എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നതാണ്ട് ഇത് കണ്ട പാവയ്ക്ക മെഴുക്ക് പുരട്ടി. പാവയ്ക്ക എന്ന് പറയുമ്പം അതിൻ്റെ ഗുണം തന്നെ അതിൻ്റെ കയ്പ്പാണ്, അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കയ്പ്പ് ഇഷ്ടമില്ലാത്ത പലരും കാണും. അപ്പോൾ അതുകൊണ്ട് പാവയ്ക്ക കയ്പ്പ് കാരണം ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ പാവയ്ക്കയുടെ കയ്പ്പ് അറിയാത്ത രീതിയിലാണ് ഞാനിത് മെഴുക്ക് പുരട്ടുന്നത്. മെഴുക്ക് പുരട്ടി എന്ന് പറയുമ്പോൾ മെഴുക്ക് പുരട്ടി എടുക്കുന്നുണ്ട്, ഡ്രൈ ആയിട്ട് മെഴുക്ക് പുരട്ടി എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് എടുത്തിരിക്കുന്നത് 2 പാവയ്ക്കാണിത്. നല്ല ഫ്രഷ് പാവയ്ക്കയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാൻ ഞാൻ 2 ചെറിയ സവാളയും മീഡിയം പരുവത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്. ഒരു 3-4-5 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകാണ് ഇതിന് ചേർക്കുന്ന എരിവ്. അല്ല, നമ്മൾ മുളക് ചില്ലി ഫ്ലക്സ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈ പച്ചമുളകിൻ്റെ ചെരുവിലാണ് നമ്മൾ ചെയ്യുന്ന, നല്ല എരിവുള്ള പച്ചമുളകാണിത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇത് ഞാൻ മെഴുക്ക് പുരട്ടുന്ന രീതിയിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് വരാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക് അതാണ്ട് ഇതേ രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. 2ആയിട്ട് കീറിയിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പച്ചമുളക് നണ്ട് ഇതേ രീതിയിലാണ് അരിഞ്ഞിരിക്കുന്നത്. സവാള നണ്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം പറയാം, എൻ്റെ ഈ ചാനൽ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഇതൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും വളരെയേറെ നന്ദിയുണ്ട്. ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന എല്ലാവർക്കും. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ കയ്പിൻ്റെ അറിയാതിരിക്കാൻ നമ്മൾ ഈ സവാള കൂടുതലായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനിയും നമ്മുടെ പാചകത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ കണക്കാക്കിയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വേണമെന്നില്ല, 2 ടീസ്പൂൺ മതിയാകും. 2 ടീസ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ എല്ലാം എണ്ണ കൊഴുപ്പൊക്കെ കുറച്ചുള്ള ഭക്ഷണമാണ്. നമ്മളെല്ലാം വാരിപ്പോലെ നിങ്ങളെ വീഡിയോ ഇതൊക്കെ ചെയ്താൽ കഴിച്ചാൽ നമുക്ക് പല പല രോഗങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ കടുക്. അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടി ഒരു തണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പിന്നെ പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ് കാരണം അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് കൂട്ടിയെടുക്കാമെന്ന് ആ എണ്ണ എല്ലാം നമുക്കിതിനകത്തെല്ലാം കിട്ടും. അതേ നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള അതേ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഡ്രൈ ആയിട്ട് നമ്മൾ മെഴുക്ക് പുരട്ടുന്നില്ല. നമ്മൾ എണ്ണയ്ക്കകത്ത് മെഴുക്ക് പുരട്ടുന്നത് കയ്പില്ലാത്ത രീതിയിൽ, കഴിക്കാത്ത കുഞ്ഞുങ്ങളും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കത്തക്ക രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. ഒരു മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. അതൊന്ന് കൂട്ടി യോജിക്കട്ടെ. തുറന്നു വെക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വേവണമല്ലോ. നമ്മൾ ഇങ്ങനെയൊക്കെ കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ഗുണമുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയ്ക്കകത്തൊക്കെ ഫ്രൈ ചെയ്താൽ നമ്മുടെ ശരീരത്തിനൊക്കെ വളരെയേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് ഞാൻ പാചകം ചെയ്യുന്ന രീതിയാണിത് കേട്ടോ. എന്നിട്ട് എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ സൂക്ഷിച്ചിട്ട് തന്നെ. അപ്പോൾ സൂക്ഷിക്കാതിരുന്നായിരുന്നെങ്കിലും അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തു കേട്ടോ. നമ്മൾ വെള്ളം ഒട്ടുമേ ഒഴിക്കാതാണ് നമ്മുടെ ഈ പാവയ്ക്ക ഈ ആവിയിലും ഈ പാവയ്ക്കയുടെ ആവിയിലും വെള്ളത്തിലും വെന്തതെ ഒന്നുകൂടെ വേവാനുണ്ട് കേട്ടോ. നമ്മുടെ പച്ചമുളകും എല്ലാം വെന്തു. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണിത്. തോരനല്ല, ഹെൽത്തി മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഒന്നുകൂടെ ഡ്രൈ ആവട്ടെ. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ലായിരുന്നു കേട്ടോ. വെള്ളം ഒഴിക്കാതാണ് ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയാണ് അത് ഉപയോഗിക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണല്ലോ. അപ്പം ഞാൻ നന്നായിട്ട് വെള്ളമില്ല.
എങ്കിലേ നമ്മുടെ പച്ചമുളക് കണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഉപ്പ് പിടിക്കുന്ന എങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല, കയ്പ്പായതുകൊണ്ട്. അതുകൊണ്ട് ഉപ്പുണ്ടോയെന്ന് അറിയാൻ നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന സവാള ഇട്ടിരുന്നു കഴിച്ച് നോക്കിയാൽ മതി. സവാളയ്ക്ക് ഉപ്പുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എല്ലാവരും ഉപ്പുണ്ടെങ്കിൽ. ഞാൻ കുറച്ച് ഉപ്പിട്ടായിരുന്നു കേട്ടോ. ഞാനൊരു ടീസ്പൂൺ ഉപ്പിട്ടായിരുന്നു, എൻ്റെ കൂടെ 4 ടീസ്പൂൺ ഉപ്പൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ടൊക്കെ അടക്കി വെക്കാം. ഇത് നമ്മുടെ പാവയ്ക്ക കരിഞ്ഞിട്ടുമില്ല, എന്നാലും എൻ്റെ അടി പാവം കരിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് വെന്തും വന്നു. നമ്മളിങ്ങനെ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് അടുക്കി കിടക്കുന്നത് മുകളിൽ കൊണ്ടുവന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അങ്ങനെ പല പ്രാവശ്യം ചേർത്ത് 10-15 മിനിറ്റ് ഉണ്ട് ഇതിൻ്റെ വേവ്. ഇതേ രീതിയിൽ വെള്ളം ഒഴിക്കാതെ ഇതേ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ അടുക്കി പിടിക്കാതെ കരിഞ്ഞ് കിട്ടും. ഇത് ഇളക്കാതെ തുടർച്ചയായിട്ട് ഒരു ഭാഗം തന്നെ കത്തിക്കൊണ്ടിരുന്നാൽ അത് കരിഞ്ഞ് പോവുകയും ചെയ്യും. ഈ പാവയ്ക്ക ആയാലും എന്തായാലും വേവത്തുമില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കണ്ടില്ലേ, അടപ്പം നമ്മുടെ ഈ ചട്ടിക്കകത്തൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് വേവുകയും ചെയ്ത് നല്ല ടേസ്റ്റും ഉണ്ട്. ഈ പച്ചമുളകിൻ്റെ എരിവും ഉണ്ട്. കണ്ടില്ലേ, ഇതിനകത്ത് ഒന്നുകൂടെ തോരട്ടെ. നമുക്ക് അതിനെ അത് തുറന്ന് വെച്ചിട്ട് ഒന്ന് തോർത്തിയെടുക്കാം. തോർത്തേണ്ട കാര്യം ഇതിനകത്ത് വെള്ളമില്ല. കണ്ടില്ലേ, അപ്പോൾ നല്ല ടേസ്റ്റുള്ള തോരൻ. നമ്മൾ ഈ പാവയ്ക്ക ഡ്രൈ ആയിട്ട് അങ്ങ് ഫ്രൈ ആക്കി എടുത്താൽ നമുക്കൊരു കയ്പോ ഒരു പുളിരസമൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് അത് ഇഷ്ടമാണ്. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മെഴുക്കുപുരട്ടിയാണിത്. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാംഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുത്ത് ദിവസവും നിൽക്കുക ഭക്ഷണത്തിൽ. അതുപോലെ ഉപ്പും കൂടുതൽ പിടിക്കും. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ കത്തി വെക്കാം. ഒന്ന് തോർന്ന് വരാം. ഇപ്പം നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ തയ്യാറാക്കണം. നല്ല ക്ഷമയുണ്ട്. ഒരു 10-15 മിനിറ്റ് വേവ് അടിക്കൊന്നും പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളം ഇതിനകത്ത് ഒഴിച്ചാൽ വെള്ളം അതിന് ഊറി വരും, ഊറി വരും. അപ്പം വെള്ളം ഒട്ടുമേ ചേർത്താൽ ഇതേ രീതിയിൽ ക്ഷമയോടെ ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ഈ പാവയ്ക്ക മെഴുക്കുവരട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് വൺ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.